എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാണ്ട ഇവിടെയാണ് എന്നൊരു പരിധി വരെ പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം വൈകാരികമായിട്ട് ചില മത്സരങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ തീർത്തും പ്രൊഫഷണലായിട്ട് മത്സരങ്ങളെ സമീപിക്കുന്നവർ നമ്മളെ പരാജയപ്പെടുത്താനാണ് സാധ്യത. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പം എന്തുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മേലെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന് ഒരു മാനസികമായ ആധിപത്യം ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വൈകാരികതയേക്കാൾ ഉപരി പ്രൊഫഷണലിസത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സീസണിലെ ഏറ്റവും പ്രയാസമേറിയ മത്സരം ഏതായിരിക്കും എന്നുള്ള ചോദ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയാൻ ലൂണയ്ക്ക് ബംഗളൂരുവിനെതിരെയുള്ള മത്സരമായിരിക്കും കടുപ്പമുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൈകാരികതയുടെ പ്രശ്നം കൂടി ഉദിച്ചു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ലൂണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഓൾ ടീംസ് ആർ ഡിഫിക്കൽട്ട്, എല്ലാ ടീമുകളും ബുദ്ധിമുട്ടേറിയ തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് സർട്ടൻലി വെരി ഡിഫറെന്റ് വെൻ യു പ്ലേ അഗെയിൻസ്റ്റ് ബംഗളൂരു എഫ് സി. പക്ഷേ ബംഗളൂരുവിനെതിരെ മത്സരിക്കുമ്പോൾ അത് കുറച്ചുകൂടി കടുപ്പമുള്ളതായി മാറിയിരിക്കും. വിത്ത് ഹോം വി ഹാവ് എ ഹിസ്റ്ററി, അവർക്കെതിരെ ഞങ്ങൾക്കൊരു ചരിത്രമുണ്ട്. സോ ഐ തിങ്ക് വി ക്യാൻ ക്ലാഷ് അഗെയിൻ, ഇറ്റ് വിൽ ബി സ്പൈസി. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങൾ വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ മത്സരം കുറച്ചുകൂടി എരിവുള്ളതായി തീരും എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും അഡ്രിയാൻ ലൂണയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടൊരു വിരോധം അല്ലെങ്കിൽ വൈരാഗ്യം ബംഗളൂരുവിനോടെതിരെ ഉണ്ടായ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് മറ്റൊരു സെമി ഫൈനൽ കവർന്നെടുത്തുകൊണ്ടുപോയത് ബംഗളൂരു എഫ് സിയുടെ ഒരു പരിപാടിയായിരുന്നു. ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന നട്ടലില്ലാത്ത റെഫറി സുനിൽ ഛേത്രിയുടെ ആ ഒരു ഇമേജിന് മുന്നിൽ നട്ടല് വളച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായത് വളരെ വലിയൊരു നേട്ടമാണ്. അങ്ങനെ ഇവാൻ വുക്കോമനോവിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയി. അങ്ങനെ ബംഗളൂരു എഫ് സിയോട് വൈകാരികമായിട്ട് ചരിത്രപരമായിട്ടൊരു വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ആ വൈകാരികമായിട്ടായിരിക്കും നമ്മൾ ബംഗളൂരുവിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് ലൂണ പറയുമ്പം വിജയിക്കാനുള്ള ത്വരയും തൃഷ്ണയും പകവീട്ടാനുള്ള വാഞ്ചനയും എല്ലാം അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ കാണാമെങ്കിൽ പോലും വൈകാരികതയെ പ്രൊഫഷണലിസം പരാജയപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെക്സ്റ്റ് ഹോം മാച്ച് ബംഗളൂരുവിനെതിരെയാണ്. എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം.